ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചമസ്കന്ധം. മനുപുത്രനായ പ്രിയവ്രതന്റെ ചരിത്രം. ശ്രീശുകമഹാമുനി ശ്രീ പരീക്ഷിത്തിനോടു കേശവചരിതങ്ങൾ ആശയം തെളിവാനായി ആശു ചൊല്ലിയതെല്ലാം സുതനാം വ്യാസ ശിഷ്യനാശീർവാദവും ചെയ്തു ശൗനകാദികൾക്കെല്ലാം. ഏഷണാദികളായ പാശങ്ങൾ നശിപ്പിപ്പാൻ ദോഷമെന്നിയേ ചൊന്നോരധ്യാത്മസാരമിപ്പോൾ. ശ്രീശുക പൈതലേ നീ ചൊല്ലേണമെന്നോടെല്ലാം ആശകളകന്ന് ഉള്ളിൽ ആനന്ദം വരും വണ്ണം. കേൾപ്പിപ്പാൻ പണിയതു പറഞ്ഞാൽ എനിക്കിപ്പോൾ കേൾപ്പതിനപേക്ഷയുണ്ടെങ്കിലോ കേട്ടുകൊള്ളിൻ. കേൾപ്പിപ്പാൻ പാത്രമല്ല ഞാനതെന്നിരിക്കലും താൽപര്യാർത്ഥമായൊട്ടു ചുരുക്കി പറഞ്ഞിടാം. സ്ഥാനത്തെ പറയുന്നു പഞ്ചമസ്കന്ധം കൊണ്ടു. സ്ഥാനമായതു ജഗദ്രക്ഷയെന്നറിഞ്ഞാലും രക്ഷിതമായിട്ടുള്ള ലോക സംസ്ഥാനങ്ങളും ദിഗ്വിശേഷത്താലുണ്ടാം ആയുർഭേദാദികളും. ലോകത്തെ പ്രിയവ്രതനാദിയാം രാജാക്കന്മാരാകവേ ധർമ്മത്തോടെ പാലിച്ച പ്രകാരവും ധന്യനാം പ്രിയവ്രതനാകിയ മനപുത്രൻ തന്നെ ചരിത്രത്തെ ചൊല്ലുന്നു നടേയെങ്കിൽ. സാരമാ നിവൃത്തി മാർഗത്തെ വിസ്തരിച്ചൊക്കെ നാരദൻ ഉപദേശിച്ചിടിനാൻ. അതുമൂലം പാരിതു പാലിക്കുന്നു താതന്റെ നിയോഗത്തെ പരമൊന്നനുവദിച്ചിലേതും പ്രിയവ്രതൻ. അക്കാലം വിധാതാവു താൻ തന്നെ എഴുന്നള്ളി മുഖ്യനാം പൗത്രനോട് സൽക്കർമ്മമരുൾ ചെയ്തു. ഞാൻ പറയുന്നതിനെ കേട്ടുകൊൾ കുമാരാ നീ. സാമ്പ്രതം അതുകൊണ്ടു മോക്ഷത്തെ പ്രാപിച്ചിടാം. ഈശ്വരൻ തന്നെ നിന്ദിച്ചിടല കുറഞ്ഞൊന്ന് ഈശ്വരാജ്ഞയാ തന്നെ ലോകങ്ങൾ വർത്തിക്കുന്നു. ആരാലും അതിക്രമിക്കാവതല്ലിതു നൂനം. നേരുള്ള മുക്തന്മാരായുള്ളവർ പോലുമൊക്കെ തങ്ങൾക്ക് കർമ്മക്ഷയം വരുവോളും നാളേക്ക് തങ്ങളുടെ ശരീരത്തെ രക്ഷിച്ചിടുന്നുവല്ലോ. കേൾക്കാൻ ഈ മുമുക്ഷുവായിരിക്കുന്നവനേതുമോർക്കുമ്പോൾ ബന്ധമില്ല ഗൃഹസ്ഥാശ്രമം കൊണ്ടും. ആകയാൽ നീയും ഇന്ന് ഭഗവത് പാദാംബുജം ശോകശാന്തിക്കു നന്നായി ആശ്രയിച്ച് എന്റെ ചൊല്ലാൽ മഹത്വം വളരുമാറ് ഇരുന്നു വഴി പോലെ. ഗൃഹസ്ഥാശ്രമം അവലംബിക്ക മടിയാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഈശ്വരാജ്ഞയാ വരും ഭോഗങ്ങൾ ഭുജിക്ക നീ. ഇങ്ങനെയുള്ള
ധാതാ തന്നുടെ നിയോഗങ്ങൾ അങ്ങനെ തന്നെ എന്നു കൈക്കൊണ്ടാൻ പ്രിയവ്രതൻ. വിശ്വപാലനം ചെയ്തു വസിച്ചിടിന കാലം വിശ്വകർമാവിൻ മകളാം ബർഹിഷ്മതി തന്നെ കൈക്കൊണ്ടാൻ. അവൾ പെറ്റു 10 പുത്രരുമുണ്ടായി. ചൊൽക്കൊള്ളുമൂർജസ്വതിയെന്നോരു കന്യകയും. അഗ്നീധ്ര യിത്മജിഹ്വൻ യജ്ഞബാഹുവും. പിന്നെ കേൾക്കണം മഹാവീരൻ ഹിരണ്യരേതാവെന്നും ഘൃതപൃഷ്ടനും. സവൻ 8ാമൻ മേധാതിഥി വീതിഹോത്രനും കവിയെന്നവൻ 10ാമവൻ. ഇവരിൽ മഹാവീരനാമാവു കവിതാനും. സവനും സന്യസിച്ചു സാധിച്ചാർ പുരുഷാർത്ഥം. മറ്റൊരു ഭാര്യ പെറ്റിട്ടുത്തമൻ താമസനും രൈവതനെന്നു 3 പുത്രരുമുണ്ടായി വന്നു. അവർ പോൽ 3ാം മനു തുടങ്ങി ക്രമത്താലേ. തപസ്സാമനുക്കളാകുന്നതെന്നല്ലോ കേൾപ്പു. മാനവൻ പ്രിയവ്രതൻ താനൊരു 11 മാനമായിട്ട് ഉപരിവത്സര കോടി വാണാൻ. മേരുവേ പ്രദക്ഷിണം ചെയ്തിടും ദിവാകര രശ്മികൾ കൊണ്ടുടൻ ഭൂമണ്ഡലം ഒരു പാതി സത്വരം പ്രകാശിച്ചിടുന്നിതു. മറ്റേ പാതി അത്ര നേരവും പ്രകാശത്തോടു കൂടായുന്നു. ആരണമയൻ രശ്മി കൊണ്ട് ഭൂചക്രം പാതി കേവലം ദീപിപ്പിക്കുന്നു. മറ്റേടം പുനരപ്പോൾ ദീപിച്ചിടുന്നതില്ല. കേളടോ കുറഞ്ഞൊന്നും. അക്കാലമാദിത്യനോടൊത്തൊരു വേഗം പൂണ്ട് മുഖ്യമായി തേജോമയമായൊരു തേരിലേറി രാത്രിയെ പകലാക്കിയിടുന്നതുണ്ടെന്ന് കൽപ്പിച്ച് ആസ്ഥയാ മനുപുത്രനായിടും പ്രിയവ്രതൻ. താൻ കൂടെ പ്രദക്ഷിണം ചെയ്താൻ 7 വട്ടം കാൺകടോ. 2ാമതൊരാദിത്യനെന്ന പോലെ തേരുകൾ നടന്നൊരു വഴികളേഴും 7 വാരിധികളുമായി തിടയിൽ ഇടമെല്ലാം ദ്വീപുകളായും വന്നിതക്കാലം. അവൻ പിന്നെ ദ്വീപുകൾ 7 പുത്രർക്കു കൊടുത്തുപോൽ. പുത്രിയാ ഊർജസ്വതി തന്നെ ശുക്രനു നൽകി. പുത്രിയും അവൾ വെറ്റിട്ടുണ്ടായി ദേവയാനി. അവളെ യയാതിയാം ഭൂപതി കൈക്കൊണ്ടുപോയി. അവിടെ പ്രിയവ്രതനായ മന്നവൻ പിന്നെ ചതസി വിവേക വൈരാഗ്യങ്ങളോടും കൂടെ ധാതൃജൻ പോക്കൽ നിന്ന് കിട്ടിയൊരു ഉപദേശാൽ ബ്രഹ്മോപാസനം ചെയ്തു സാധിച്ചാൻ പുരുഷാർത്ഥം. നിർമ്മലനവൻ തന്റെ നന്ദനൻ അഗ്നീന്ദ്രൻ താൻ ജംബുദ്വീപാധിപതി പർവ്വത ഗുഹ തന്നിൽ അമ്പുവാദാശനായി തപസ്സു ചെയ്യും കാലം. അംബുജ ജന്മാവു തന്നെ അജ്ഞയാ പോന്നു വന്നാൾ അമ്പരേ നിന്ന് പൂർവചിത്തിയ അപ്സര സ്ത്രീ. അവളെ കണ്ടു മോഹിച്ച് അഗ്നീന്ദ്രൻ ഉര ചെയ്താനവളോടെ. ആർ നീ എന്ന് ചൊൽക്കടോ മടിയാതെ, ഞാനില്ലാതൊരു വില്ലും മടമ്പില്ലാതുരമ്പും ആനന്ദം വരുമാറു കൈക്കൊണ്ടു മനോജ്ഞമായി എന്തൊരു കാര്യമായി പെരുമാറുന്നു ഭവാൻ. എന്തൊന്നു ചിന്തിച്ചിപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളി ഏതൊരു ലോകത്തിങ്കലുണ്ടായി ഭവാൻ. മമ ചതസി കൊതിയുണ്ട്
കാണുകയിലവിടവും യാതൊരു ലോകത്തു നിന്നിങ്ങനെ സമങ്ങളായി ചേതോമോഹനങ്ങളായി ലോകലോഭിതങ്ങളായി മാറത്തു തഴമ്പുകളത്രയും വലുതത്രേ. മാമുനി ശ്രേഷ്ഠ നമസ്കാരം കണ്ടത്രയല്ലീ കേശവും നീളമുണ്ടങ്ങ് ഇളകാതിരിക്കയാൽ. കേശവഭക്തന്മാരിൽ ചിന്തിക്കിൽ മുമ്പനല്ലോ ഉണ്ടിതൂ തേജസ്സുകൾ എത്രയും ഊറ്റമത്രേ. രണ്ട് അവയവങ്ങൾ ഇതെങ്ങനെയുണ്ടായി വന്നു കണ്ടോളം കൊതിവരും തടവീടുവാൻ തോന്നും. ഇത്തരം ഗ്രാമ്യ വിദഗ്ധങ്ങളാം വചനങ്ങൾ സത്വരം പറയുന്നോരഗ്നീന്ദ്ര ഗുണങ്ങളാൽ ആക്ഷിപ്ത ചിത്തയായ പൂർവചിത്തിയും അപ്പോൾ ഈ ക്ഷണം കൊണ്ട് പറഞ്ഞവനെ മോഹിപ്പിച്ചാൾ. എങ്കിലോ സമങ്ങളായി ഉന്നതതരങ്ങളായി കുങ്കുമപങ്കം അലങ്കരിച്ചുള്ള അവയവം തൊട്ടാലും അണച്ച് ഉടൻ മാറത്തു ചേർത്താലും അങ്ങ് ഇഷ്ടമുണ്ടെങ്കിൽ അധരാമൃതം നുകർന്നാലും ഏറിയ കാലം ചെയ്ത തപസ്സിൻ ഫലം കൊണ്ട് പാരമൊരാനന്ദവും ആത്മനി ചേർത്തിടുവൻ. ഉള്ളിലെ കാരണത്തിന് ആനന്ദമാശു പുറത്തുള്ള ഒരു കാരണങ്ങൾ കൊണ്ടു ഞാനുണ്ടാക്കുവൻ. ഇത്തരം ചൊല്ലി സമാശ്ലേഷവും സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും ആർദ്രമാക്കി കേവലാത്മന നന്നായി അന്യോന്യം രമിച്ച് അനേകായിരം സംവത്സരം അന്യൂനരാഗം പൂണ്ട് വസിച്ചാലിരുവരും. 9 പുത്രന്മാരുമുണ്ടായത് അതുകാലം 9 പേർക്കും നാമം വെവ്വേറെ കേട്ടുകൊള്ളുക. നാഭിയും കിംപുരുഷൻ, 3-ാമൻ ഹരിതാനും, 4-ാമൻ ഇളാവൃതൻ രമ്യകൻ ഹിരൺമയൻ, 7-ാമൻ കുരുവെന്ന്, 8-ാമൻ ഭദ്രാശ്വനും കോഴയെന്നിയെ കേൾപ്പിൻ കേതുമാലനും. പിന്നെ 9 പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അംബുജോത്ഭവലോകം പൂർവചിത്തിയും പുക്കാൾ. അക്കാലം അഗ്നീധ്രനും തന്നെ ജംബുദ്വീപമൊക്കവേ പകർത്തു തന്നന്ദനന്മാർക്കു നൽകി. താൻ പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോകേ സാമ്പ്രതം രമിച്ചു പോൽ പൂർവചിത്തിയുമായി ആത്മതുല്യാഖ്യങ്ങളായി 9 ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാർ അവർകളും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.